സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. പ്രൈസ് ദി ലോർഡ്. ആദരണീയരായ എല്ലാ ശ്രോതാക്കളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഗ്രേസ് മിനിസ്ട്രീസ് എന്ന ഞങ്ങളുടെ സ്വാതന്ത്ര്യ സന്ദേശത്തിലേക്ക് സ്വാഗതവും വന്ദനവും അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ, മനസ്സോടെ, സന്തോഷത്തോടെ, ദൈവത്തോടുള്ള ഭയഭക്തിയോടെ ഇത്തിരി നേരം നമുക്ക് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാം. വളരെ ബഹുമാന പരിസരം ഭയാദരവോടെ നമുക്കതിലേക്ക് കിടക്കാം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. അവർക്കായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ അങ്ങയുടെ വേലയെ സ്നേഹിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിന് വേണ്ടി പ്രാപ്തി പോലെ ഈ കുടുംബം ചെയ്യുന്ന ഈ സേവനത്തിനായി സ്തോത്രം. സഹകരണത്തിനായി, സ്നേഹത്തിനായി, കരുതലിനായി സ്തോത്രം. പിന്നെയും അവർ ഈ വിഷയത്തിൽ സഹായിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും അവരുടെ കൈകളെ ബലപ്പെടുത്തണമേ, ധന്യമാക്കണമേ. ഇത് മുഖാന്തരമായിട്ട് അവർക്ക് സ്വസ്ഥതയും സമാധാനവും ശരീരത്തിനും മനസ്സിനും ആത്മാവിനും കുടുംബത്തിനും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഇബ്രാഹിം 8-9 വായിക്കാം. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്കു പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അവർ എന്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ദൈവത്തിന്റെ നിയമാവലി എന്ന നമ്മുടെ ചിന്തയിലെ 4ാമത്തെ പ്രോഗ്രാമിലേക്ക്, അതോ സന്ദേശത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. കഴിഞ്ഞ 3 എപ്പിസോഡുകൾ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചു. ദൈവത്തിൻ്റെ നിയമാവലി എന്നുള്ള ഈ വിഷയത്തെ ലോകത്തോട് പറയാൻ, സമൂഹത്തെ അറിയിപ്പാൻ ദൈവത്തിൽ നിന്ന് നിയോഗം ലഭിച്ചതുകൊണ്ട് വിശദമായി വിശാലമായി പറയേണ്ടതാണെങ്കിലും നമ്മുടെ സമയപരിധിക്കകത്ത് ഒതുങ്ങേണ്ടതിനാൽ വളരെ ചുരുക്കമായി പറഞ്ഞ് പിന്നെ പ്രസക്ത കാര്യങ്ങളെ മാത്രം എടുത്ത് മുൻപോട്ട് കാണിച്ച് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുകയാണ് ഞാൻ. അതിലാണ് ഇന്നത്തെ ഇത് വായിച്ചത്. ഇന്നത്തെ ഇത് വായിച്ചപ്പോൾ ലേഖകൻ ആയിരിക്കുന്ന എഴുത്തുകാരൻ ദൈവനിയമത്തിൻ്റെ ലംഘനത്തിലെ വസ്തുത പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയുണ്ടായി. അന്ന് പുതിയ നിയമ പുസ്തകം എഴുതപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടങ്ങളിൽ അവർ പരിശോധിച്ചും വായിച്ചും മനസ്സിലാക്കിയിരുന്നത് ന്യായപ്രമാണ പുസ്തകത്തിലെ വചനങ്ങളാണ്. യിരെമ്യാ എഴുതിയ പ്രവചനത്തിൽ നിന്നൊരു ഉദ്ധരണിയാണ് വായിച്ചത്. ആ വായിച്ച ഭാഗം ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ. ഒരു സെക്കൻഡ് നിർത്തണേ. മിസ്രയീം ദേശത്ത് നിന്ന് ഇസ്രായേൽ ജനത്തെ കനാൻ നാട്ടിലേക്ക്, അവിടെ പൂർവ്വപിതാവായിരുന്ന അബ്രഹാമിനും അവിടെ ദൈവം വാഗ്ദത്തം ചെയ്ത ദേശമായ കനാൻ നാട്ടിലേക്ക് നടത്തിക്കൊണ്ടുവരുമ്പോൾ ആ യാത്രയുടെ ഇടവേളയിൽ ദൈവം മോശയ്ക്ക് കൊടുത്ത നിയമം പോലെയല്ല. ആ നിയമം കർത്താവ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു പീരീഡ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നിയമം ഉണ്ടാക്കിയതാണ് പുതിയ നിയമം. ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി പറയട്ടെ. മത്തായി എഴുതിയ സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെ 27 പുസ്തകങ്ങളിലെ തുടക്കം മത്തായി എഴുതിയ സുവിശേഷം മുതലാണ് ആരംഭിക്കുന്നത്. ആ പുതിയ നിയമ ബൈബിളിൽ
ആദ്യത്തെ താൾ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമം. അപ്പോൾ അതിനെക്കുറിച്ച് നേരത്തെ തന്നെ ദൈവം പ്രവചിച്ചു വെച്ചു. ഈ നിയമം പോലെ ആയിരിക്കില്ല ആ നിയമം. ഈ നിയമം കർമ്മമാണ്, ആ നിയമം വിശ്വാസമാണ്. എന്ന് പറഞ്ഞാൽ യെരമ്യാവിൻ്റെ കാലത്ത് പറയിപ്പിച്ച ഈ വചനം കർമ്മ ആചാര വിശ്വാസമാണ്. പൗലോസിൻ്റെ കാലത്ത് എഴുതപ്പെടുന്ന ഈ വചനം വിശ്വാസാചാര പ്രമാണമാണ്. രണ്ടും രണ്ടാണ്. ആ നിയമം പോലെയല്ല. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല. ആദരിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ അംഗീകരിക്കുന്നില്ല, അവരെ പരിഗണിക്കുന്നില്ല, അവരോട് ആവശ്യത്തിൽ സഹതാപം തോന്നുന്നില്ല, അവരോട് എനിക്ക് അങ്ങനെ ഒരു മനസ്സലിവിൻ്റെ ആവശ്യമില്ല, ഞാൻ അവർക്ക് അനുകമ്പ കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എന്ത്? അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് മറ്റൊരു ലേഖനത്തിൽ എഴുതിയത്, നാം മല്ല് കെട്ടിയാലും, ഭക്തിക്ക് വേണ്ടി മല്ല് കെട്ടിയാലും. ഇന്നത്തെ കാലത്താണ് പൗലോസ് അങ്ങനെ ഒന്ന് എഴുതുന്നതെന്ന് ഞാൻ സ്വപ്നത്തിലൊന്ന് കാണുകയാണ്, ഭാവനയെ കാണുകയാണ്. എന്തെല്ലാം എഴുതേണ്ടി വന്നേന്. അന്ന് ഇന്നത്തെ അനാചാരങ്ങളൊന്നും ഇത്രയൊന്നുമില്ല. ഇതിൻ്റെ 25% പോലുമില്ല. ഇന്നത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നോക്കിയാൽ മല്ലുകെട്ട് മാത്രമല്ല, എന്തുമാത്രം പ്രയത്നങ്ങളാണ്, കർമ്മങ്ങളാണ്, ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്, ത്യാഗങ്ങളാണ്, സഹനങ്ങളാണ് ഇതിനു വേണ്ടി ചെയ്യുന്നത്. എന്നിട്ടോ സ്തോത്രം, ഒരാൾ ഒരു തീർത്ഥാടനത്തിന് പോകുന്ന സമയത്ത് ഭാര്യ സഹോദരി ഒരപേക്ഷ ഭർത്താവിനോട് കഴിച്ചു. അതിങ്ങനെയായിരുന്നു: എനിക്കൊരു വഴിപാടുണ്ടെന്ന് കഴിച്ചിട്ട് വരണം. എന്താണത്? നമ്മുടെ പുറകിലത്തെ നാരകത്തിലെ ഒരു നാരങ്ങ ഞാൻ നിങ്ങളുടെ കയ്യിൽ തരും. അത് നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ കയറുന്ന പുണ്യ സ്ഥലങ്ങളിൽ അത് വെക്കണം. തിരിച്ചു പോരുമ്പോൾ എടുത്തു പോരണം. അങ്ങനെ നിങ്ങളത് എനിക്ക് വേണ്ടി ചെയ്തു തരണമെന്ന് അപേക്ഷിച്ചു. അത് സാരമില്ല, അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം തീർത്ഥാടനത്തിന് പോയി. അവൾ പറഞ്ഞതുപോലെ എല്ലാ സ്ഥലത്തും ഇത് തുറന്നു വെച്ചു, എടുത്തു വെച്ചു. അവിടുന്ന് പോരുമ്പോൾ എടുത്ത് വീണ്ടും ബാഗിനകത്ത് വെക്കുന്നു. തിരിച്ച് വീട്ടിൽ വന്നു. അന്ന് രാത്രി നാരങ്ങ കൊണ്ട് അച്ചാറുണ്ടാക്കി, സൂപ്പറായിട്ട് അച്ചാറുണ്ടാക്കി. പഴയ നാരങ്ങയിലെ ഭരണിയും കൊണ്ടുവച്ചു. അതും എടുത്തു, ഇതും എടുത്തു. രണ്ടിനും രസം ഒരുപോലെ. പുതിയ നാരങ്ങയുടെ കയ്പ്പ് പോയിട്ടില്ല. പഴയ നാരങ്ങയ്ക്ക് ഓൾറെഡി കയ്പ്പുണ്ടല്ലോ. അപ്പോൾ രണ്ടുപേരും കൂടെ ചിരിച്ചു കളിച്ചെന്ന പോലെ അവൾ ചോദിച്ചു, ചേട്ടാ, ഇത്രയും സ്ഥലങ്ങളിലെല്ലാം ഈ നാരങ്ങ കയറി ഇറങ്ങിയിട്ട് ഒരു വ്യത്യാസം വന്നില്ലല്ലോ. എത്ര വർഷങ്ങളായി ചേട്ടനിങ്ങനെ തീർത്ഥാടനത്തിന് പോകാൻ തുടങ്ങിയിട്ട്? ഇത് തന്നെയല്ലേ ചേട്ടൻ്റെ സ്ഥിതി? എന്ത് ഗുണം ചേട്ടാ, എന്ത് ഫലം ചേട്ടാ. അതുകൊണ്ട് ഈ നാരങ്ങ പോലെ തന്നെയാണ് നമ്മുടെ പഴയ രീതികളുടെ ജീവിത രീതി എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. എത്രത്തോളം അത് യാഥാർത്ഥ്യമെന്നോ ഭാവമെന്നൊന്നും ഞാൻ ചിന്തിക്കാൻ പോയില്ല. എൻ്റെ വിഷയം അതല്ല, എനിക്കത് ആവശ്യമുള്ള കാര്യവുമല്ല. എത്ര തീർത്ഥാടനത്തിന് നടത്തിയാലും, ചെലവിട്ടാലും, ചെലവായാലും, എന്തൊക്കെ ചെയ്താലും അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നില്ല. ഞാൻ അവരെ ആദരിച്ചതുമില്ല.
ഇതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ച അവസാനത്തെ പോയിന്റ്. വലിയ നഷ്ടം. ദൈവം പരിഗണിക്കാത്ത, സ്വീകരിക്കാത്ത, കൈക്കൊള്ളാത്ത, അംഗീകരിക്കാത്ത, ഏറ്റെടുക്കാത്ത, തിരിഞ്ഞു നോക്കാത്ത. സ്തോത്രം. യെശയ്യാ 1:15 വായിക്കാമോ? നമ്മുടെ ഈ വിധ ഗോഷ്ഠികളെല്ലാം. യെശയ്യാ 1:15. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. പിന്നത്തെ, നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ ചോരയെന്നല്ല, ആ വാക്കുകൊണ്ട് അവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. അടുത്തത്, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിൻ മുൻപിൽ നിന്ന് നീക്കിക്കളവി. പ്രവൃത്തികളുടെ ദോഷത്തെ, ദൈവത്തെ കൂടാതെ, ദൈവവചനത്തെ കൂടാതെ, നേർവഴി കൂടാതെ, നീതി വഴി കൂടാതെ, ന്യായ വഴി കൂടാതെ, സത്യവഴി കൂടാതെ, വിശുദ്ധ വഴി കൂടാതെ, ദൈവവഴി കൂടാതെ, ബുദ്ധി കൊണ്ട് നെയ്തുണ്ടാക്കുന്നതായ, ഈ ലോകത്തിന് സാത്താൻ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നതായ കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കുറേ അതുമില്ലമായ തട്ടിക്കൂട്ട് പരിപാടികളുമായി രാഷ്ട്രീയക്കാർ പറയാറുള്ളത് പോലെ ഞങ്ങൾക്ക് ജനപിന്തുണയുണ്ട്. ഇവിടുത്തെ ഭക്തരെന്ന് അവകാശപ്പെടുന്നവർക്കും പറയാനുള്ളത് മാത്രമാണ്, ഞങ്ങൾക്ക് ജനപിന്തുണയുണ്ട്. എല്ലാം കൂടെ ആറ്റിക്കുറിക്ക് ഞാൻ പറഞ്ഞാൽ അത്രയും ജനം പിന്തുണയായിട്ട് മറുവശത്തില്ലെങ്കിലും 100 പേര് ഒരു വശത്തും 10,000 പേര് ഒരു വശത്തും, 10,000 പേരും നരകത്തിലേക്കും 100 പേര് നിത്യതയിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് പോകുന്നെങ്കിൽ ഏതാ വലുത്? ദൈവത്തിന് ഏതാ വലുത്? കേട്ടോളൂ. എത്ര തന്നെ പ്രാർത്ഥന വെച്ചാൽ ഞാൻ കേൾക്കത്തില്ല, ഞാൻ മുഖം മറച്ചു കളയും. നിങ്ങളുടെ കയ്യിൽ രക്തം പുരണ്ടിരിക്കുന്നു, രക്തം നിറഞ്ഞിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം നമുക്കൊന്ന് നോക്കാം. 7:13 വാക്യം നോക്കാം. 13. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളതത്രേ, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. നോക്കുക, 2 വഴി, 2 യാത്ര, ഒരു തരം ജനം പോകുന്ന 2 വഴി. പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ 1, ദൈവം നോക്കിയപ്പോൾ 2. കാരണം അതിലെ പോകുന്നവർ അനേകർ, ഇതിലെ പോകുന്നവർ ചുരുക്കം. ആ വാതിൽ വിശാലം, ജനപിന്തുണ. ഈ വാതിൽ ഇടുക്കം, ഇതിലെ പോകുന്നവർ ചുരുക്കം. ഇതാണോ ദൈവനിയമം? നെഞ്ചത്ത് കൈവച്ച് പ്രാഗൽഭ്യത്തോടുകൂടെ മറ്റൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് പറയാൻ കഴിയുമോ? സ്പോട്ടിൽ ഞാൻ ക്ലോസ് ആയാൽ, ലോകം വിട്ട് ശരീരം വിട്ട് പിരിഞ്ഞാൽ കർത്താവിൻ്റെ അരികിലേക്ക് ഞാൻ പോകും. പൗലോസ് പറഞ്ഞതുപോലെ പറയാൻ കഴിയുമോ? ശരീരം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത്യുത്തമമല്ലോ, മരിക്കുന്ന എനിക്ക് ലാഭമല്ലോ. എത്ര പേർക്ക് പറയാം? എത്ര പേർക്ക് പറയാം? ഞങ്ങളൊക്കെ മരണത്തിന് വേണ്ടി കൊതിക്കുന്നവരാണ്, കാത്തിരിക്കുന്നവരാണ്. ഇവിടെ കിടന്ന് എന്തിനിങ്ങനെ അലയണം? എന്താണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം? കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ പറഞ്ഞത്, 1 ദൈവത്തിൻ്റെ നിയമാവലി, 2 പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ, 3 യേശു വിശേഷം വരെ നിയമത്തിന് ഉത്തരവാദി, 4 ദൈവനിയമ ലംഘനത്തിൻ്റെ വലിയ നഷ്ടം. ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇന്നതിൻ്റെ ബാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു എപ്പിസോഡോടെ കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കും. ഇതിൻ്റെ അനന്തര ഫലം എന്താണെന്ന്, എന്ന് പറഞ്ഞാൽ റിസൾട്ട് എന്താണെന്ന്. ദൈവത്തിൻ്റെ നിയമാവലിക്ക് കീഴടങ്ങണോ കീഴടങ്ങണ്ടയോ?
യേശു വാതുറന്ന് പറഞ്ഞു, ദൈവ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളത്. സ്വർഗരാജ്യത്തിലെ പ്രജകളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാം പലപ്പോഴായിട്ട്, പല സന്ദർഭങ്ങളിലായിട്ട്, പല ഇടങ്ങളിലായിട്ട് ധാരാളം പീഡിപ്പിക്കുകയും കൊല ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ വസ്തുതയായിരുന്നല്ലോ ഗ്രഹാം സ്റ്റേറ്റ്സിൻ്റെയും മക്കളെയും ഒരു വണ്ടിയിലിട്ട് ചുട്ടുകൊന്നത് മനുഷ്യരല്ലേ, ചെയ്തത് മനുഷ്യരല്ലേ, അനുഭവിച്ചത് മനുഷ്യരല്ലേ. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞില്ലേ, ഞാൻ ആ കൊലപാതകയോട് ക്ഷമിച്ചിരിക്കുന്നുവെന്ന്. ഈ ലോകത്തിൽ ആർക്കിങ്ങനെ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്? എന്താണ് ദൈവിക വഴി? ഇനിയെങ്കിലും തിരിച്ചറിയുന്നതിന് സമയമായി. നമ്മുടെ പഴയ രീതികളെല്ലാം നിർത്താൻ സമയമായി. കാലം തീരുന്നു. എബ്രായലേഖനം 8:8 വായിക്കണം. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് ചെയ്യുന്നത്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന്. ആക്ഷേപിച്ചുകൊണ്ട് ദൈവം ആക്ഷേപിച്ചു. ഇസ്രായേൽ മക്കളെ ദൈവം ആക്ഷേപിച്ചു, അഥവാ കളിയാക്കി. നിയമം തെറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ, നിയമം തെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. നിയമപുസ്തകം കയ്യിലുണ്ടല്ലോ. ബൈബിൾ നിയമപുസ്തകമാണ്. പഴയ നിയമം, പുതിയ നിയമം, അങ്ങനെ 2 പേരും അതിനുണ്ട്. അങ്ങനെ പുസ്തകങ്ങൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് പുസ്തകങ്ങളുടെ ശേഖരമാണ് 66 പുസ്തകമുള്ള സമ്പൂർണ്ണ ബൈബിൾ. അപ്പോൾ ഈ നിയമം തെറ്റിച്ചല്ലോ. കാലാകാലങ്ങളിൽ സമയാസമയങ്ങളെല്ലാം ദൈവം ഇങ്ങനെ നിയമം മാറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണോ? അല്ല. ബുദ്ധിയുള്ളവരും ജ്ഞാനമുള്ളവരും അറിവുള്ളവരും വിവേകമുള്ളവരും ജ്ഞാനികളുമായിട്ടുള്ളവരല്ലേ ഇത് കേൾക്കുന്നത് പലരും. ഒരു പക്ഷേ ടി വിയുടെ സമയത്ത് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും യൂട്യൂബിൽ നിന്ന് എടുത്ത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടല്ലോ. ഓരോ എപ്പിസോഡിലും 1000-ൽ താഴെയുള്ള ആൾക്കാർ ഇത് കാണുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. എത്ര പേര് കണ്ടു എന്നുള്ളത് ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ നിയമത്തോട് എത്ര കാലം മറുതലിക്കും? എത്ര നാൾ മത്സരിക്കും? ആർക്ക് വേണ്ടി ഇതെല്ലാം കൊണ്ടു നടക്കും? സ്വന്തം നശിച്ചേച്ച് ആരെ പരിരക്ഷിക്കും? എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ എന്തെങ്കിലും ചില കാര്യം പറയുമ്പോൾ അത് വസ്തുതാപരമല്ലെന്ന്, വചനാനുസരണമല്ലെന്ന് എനിക്ക് ബോധ്യം വരുമ്പോൾ ഉടനെ ഞാൻ ചോദിക്കും, നിനക്കത് പറയാനുള്ള റൈറ്റ് എന്നാ? നീ അതിനകത്ത് എത്രത്തോളം ഇൻവോൾവിങ്ങാ? ഞാനതൊന്ന് പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമൊന്നുമല്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞൊരു ഉദാഹരണമാണ് അത്. സ്തോത്രം. അതുകൊണ്ട് പ്രിയരെ, നിയമം തെറ്റിക്കുന്നവരെ ഇസ്രായേൽ എന്ന് പറയുന്നതിനെ കുറിച്ച് ദൈവം പറഞ്ഞ് അതെൻ്റെ പുത്രനാണ്, ഞാനവരെ അധികം സ്നേഹിക്കുന്നതാണ്, ഞാൻ വാഗ്ദത്തം ചെയ്ത അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളാണ് അവർ എൻ്റെ ജനമാണ്. എന്നും എന്നും ദൈവത്തിന് അവരോട് കരുണയും സഹതാപവും അനുകമ്പയൊക്കെ ഉണ്ട്. അവനവരെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടോ. അത് പൗലോസിൻ്റെ വാക്കല്ല, എന്നാൽ ഇരമ്യാ പ്രവാചകന്റെ കാലത്ത് പറഞ്ഞ വചനം ഉദ്ധരിച്ചെഴുതിയതാണ്. എബ്രായ വിശ്വാസികളെ ഈ രണ്ടിൻ്റെയും കൂടെ നടുവിലിട്ട് ചുറ്റിക്കറങ്ങുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഈ ലേഖനത്തിൻ്റെ ഒടുവിലത്തെ അധ്യായങ്ങളിൽ 23 പ്രാവശ്യം നിയമം 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 എന്ന് പറഞ്ഞു. വേറൊരു നിയമത്തെക്കുറിച്ചല്ല പറഞ്ഞത്, ദൈവനിയമം. ദൈവനിയമം. നിങ്ങൾ എത്ര പേര് ദൈവനിയമം എന്ന വിഷയം കേട്ടിട്ടുണ്ട്? അത് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്? നമുക്കിങ്ങനെ കുറേ കാലം കൂടെ പോകാം. ഒരു പക്ഷേ കുറേ കാലം ഞാൻ ഉദ്ദേശിക്കുന്നത് ഡേറ്റ് ഞങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല കർത്താവ്, തരത്തുമില്ല. അങ്ങയുടെ വരവ് വരെ, യേശുവിൻ്റെ വരവ് വരെ. യേശു വന്ന് തിരിച്ചു പോയാൽ
പിന്നത്തെ കാലത്തിൻ്റെ പേരാണ് മഹാപീഡനകാലം. ഞാൻ ഉണ്ടാക്കി വെച്ച വാക്കൊന്നുമല്ല അത്. മഹാപീഡനകാലം. ആ കാലത്തിലേക്കുള്ള കാൽവയ്പ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാജാക്കന്മാരാകുന്ന ഭരണാധികാരികളെല്ലാം പിന്നീട് 7 വർഷം കഴിഞ്ഞാൽ എല്ലാം തുടച്ചു മാറ്റപ്പെടും. ഒരൊറ്റ ഒന്നിനെ ഞാനത് കാണില്ല. എല്ലാം നീക്കം ചെയ്യും. പിന്നെ ഭരിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരാണ്. അതിൻ്റെ ലീഡർ യേശുക്രിസ്തുവാണ്. അതിൻ്റെ കാലം 1000 വർഷമാണ്, 5 വർഷമല്ല. അത് സുഭിക്ഷമായ കാലവും സുരക്ഷിതമായ ജീവിതവുമാണ്. അത്രയും പറഞ്ഞ് അതോടെ നിർത്തുകയാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാര്യകാരണസഹിതം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നാം ഇത് മനസ്സിലാകാതെ പോകുന്നെങ്കിൽ അയ്യോ കഷ്ടം. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിനു മുമ്പ് മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേച്ചു പോവാം. യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്. തിരുവെഴുത്ത് അറിഞ്ഞില്ലെങ്കിൽ, ദൈവശക്തിയാകുന്ന പരിശുദ്ധാത്മാവിനെ അറിയില്ലെങ്കിൽ പിന്നത്തെ പോക്കിൻ്റെ പേരന ബൈബിൾ പറഞ്ഞത്. സിസ്റ്റർ അതെന്താ വായിച്ചത് അവിടെ? പിന്നത്തെ പോക്കിൻ്റെ പേര് തെറ്റിപ്പോകുന്നത്. ഇത് അറിയാമോ? ഞാൻ എന്താ തെറ്റിപ്പോകുന്നത്? തെറ്റിപ്പോകല്ലേ. അപ്പോസ്തലപ്രവൃത്തി 7:41 കേട്ടോളൂ. ഇസ്രായേൽ തെറ്റിപ്പോയപ്പോൾ കേട്ടോളൂ. 7:41. അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിക്കത്തക്കവണ്ണം ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ തള്ളിക്കളഞ്ഞ് മറന്നുകളഞ്ഞു ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ചു തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചു കൊണ്ടിരുന്നു. സ്വന്തമായി ഉണ്ടാക്കിയ കൈപ്പണിയിൽ ഉല്ലസിച്ചുകൊണ്ടിരുന്നു. ദൈവവും പിന്തിരിഞ്ഞു. ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. ദൈവം കൈവിട്ടു. ഞാൻ അവരെ ആദരിച്ചതുമില്ല. ദൈവം കൈവിടും. ദൈവം കൈവിട്ടു. മന്ത്രിമാരെല്ലാം കൂടി വന്നാലും വലിയ പാരിതോഷികം പറഞ്ഞാലും വലിയൊരു ഗിഫ്റ്റ് തന്നാലും ദൈവം കൈവിട്ടതാ. ഇതൊക്കെ ദൈവം കൈവിട്ടതാ. പ്രൈസ് ദി ലോർഡ്. അത്രത്തോളം ദുഷ്കരമായ കാലഘട്ടത്തിൽ വന്ന് നിന്നുകൊണ്ടാണ് നാം ഞെളിഞ്ഞു നടക്കുന്നത്. ഇല്ല, പഴക്കമില്ല. ഇല്ല, ആയുസ് നീളുകയില്ല. ഇല്ല, ഇതധികം മുന്നോട്ട് പോവുകയില്ല. ഇല്ല, വേദനിക്കുന്ന, ദുഃഖിക്കുന്ന, ഉപവസിക്കുന്ന, നിലവിളിക്കുന്ന, രാജ്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രാജാക്കന്മാർക്ക്, ഭരണാധിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സംഘം കൂടെ ഉണ്ട്. അവർക്ക് ഉദ്ധാരണം കൊടുത്തേ മതിയാവൂ ദൈവത്തിന്. ആ ഉദ്ധാരണം അവൻ്റെ വരവും അവരെ എടുക്കപ്പെടുന്നതുമാണ്. അതുവരെ ഇതിങ്ങനെ പോകത്തുള്ളൂ. അത് കഴിഞ്ഞാൽ വലിയ നിലവിളി വരുന്നുണ്ട്. നിലവിളിക്കുന്നവരുടെ ലിസ്റ്റ് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ ലിസ്റ്റ് ഞാൻ ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. രാജാക്കന്മാർ എന്ന് പറഞ്ഞ ഭരണാധിപന്മാർ, മഹത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഉന്നതന്മാരായ ഉദ്യോഗസ്ഥർ, മഹത്തുക്കൾ, പ്രഭുക്കന്മാർ, അസിസ്റ്റൻ്റായിട്ടുള്ള ആൾക്കാർ, പ്രഭുക്കന്മാർ, ധനവാന്മാർ, ബലവാന്മാർ, 5 സ്വതന്ത്രന്മാർ, ഇനിയൊരു കൂട്ടർ ഉണ്ട്. അവരെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി 7 പേരെ കൂട്ടി പറയുകയാണ്, മഹാദൈവത്തിൻ്റെ കോപദിവസം വന്നല്ലോ, ഞങ്ങൾക്ക് ആർക്ക് നിൽപ്പാൻ കഴിയും? കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ കൊണ്ടു, സിംഹാസനത്തിരിക്കുന്നവരുടെ മുഖം കാണാതെ കൊണ്ടു, പാറകളെ ഞങ്ങളുടെ മേൽ വീഴുവി, കുന്നുകളെ ഞങ്ങളെ മറപ്പി,
എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന മഹാദിവസം വരുന്നെന്ന് പറഞ്ഞാൽ കഥ പോലെയോ കളി പോലെയോ ഒരു പേടിപ്പെടുത്തൽ എന്ന ഭീഷണി പോലെയോ? നോ 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 നോ, അല്ല അല്ല അല്ല. മറിച്ച് വരാൻ പോകുന്ന വലിയ വിപത്തിനെ കുറിച്ചുള്ള ദൈവികമായ മുന്നറിയിപ്പ് റിപ്പീറ്റ് ചെയ്യും. സ്തോത്രം. അങ്ങനെ ഇവർക്ക് ലേഖനം എഴുതാനുണ്ടായ കാരണം, എബ്രായർക്ക് അപ്പോസ്തലൻ ലേഖനം എഴുതാനുണ്ടായ കാരണം ഇതാണ്. അവർ പുതിയ നിയമവും പഴയ നിയമവും കൂടെ ഇടകലർത്തിയത് കൊണ്ട് അവരെ നേർവഴിക്ക് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ തിരിച്ചു വരുത്താനായിട്ട് പരിശുദ്ധാത്മാവ് ചെയ്ത പ്ലാനിങ്ങിൽ എഴുതിപ്പിച്ചതാണ് കേവലം 13 അധ്യായങ്ങൾ മാത്രമുള്ളതായ എബ്രായ ലേഖനം. ഞങ്ങൾ ഓരോ വരികൾ വായിക്കുമ്പോൾ, ഓരോ വാക്യങ്ങളോ ഖണ്ഡികയോ വായിക്കുമ്പോൾ ആര് പറഞ്ഞതാണിത്? ആരോട് പറഞ്ഞതാണിത്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാനും അതുമായിട്ടുള്ള ബന്ധം എന്താണ്? എനിക്ക് വേണ്ടി അതിനകത്ത് വല്ലതുമുണ്ടോ? ആരാണ് പറഞ്ഞത്? ആരോടാണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? എനിക്കും അതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? എനിക്കതിനകത്ത് വല്ല ക്രമീകരണം ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കുന്ന സാധുക്കളാണ് ഞങ്ങൾ. ഞങ്ങൾക്കൊരു നല്ല നാൾ വരും. ഞങ്ങൾ അംഗീകരിക്കുന്ന, ആദരിക്കുന്ന, സ്വീകരിക്കുന്ന ഒരു മഹാദൈവത്തിൻ്റെ നല്ല നാൾ വരും. അതാണ് അടിയങ്ങളുടെ ലക്ഷ്യം. പറഞ്ഞു വന്ന കാര്യം ഇന്ന് ദൈവനിയമ ലംഘനം ഒരു നഷ്ടക്കച്ചവടമാണെന്ന് പറയാനാണ്. ലാഭമല്ലത്. ഞാനോ അവരെ ആദരിച്ചതുമില്ല. ഇത്ര സുഹൃത്ത് പോലെ കൊണ്ടു നടന്ന, മക്കളെ പോലെ കൊണ്ടു നടന്ന, സ്നേഹിതരെ പോലെ പരിപാലിച്ച, മരുഭൂമിയിൽ പകൽ മേഘം കൊണ്ടുള്ള മേഘസ്തംഭവും രാത്രി അഗ്നി കൊണ്ടുള്ള അഗ്നിസ്തംഭവും കൊടുത്ത്, കാല് കുഴയാതെ, ആവശ്യത്തിന് വെള്ളമില്ലായിരുന്നപ്പോൾ പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത്, ആകാരമില്ലായിരുന്നപ്പോൾ ആകാശത്ത് നിന്ന് മന്ന പൊഴിച്ചു കൊടുത്ത്, ഇറച്ചിക്ക് കൊതി വന്നപ്പോൾ സമുദ്രത്തിലെ തിമിംഗലത്തിൻ്റെ തല തല്ലിയുടച്ച് കാടപ്പക്ഷിയായി അവർ അരികത്ത് എത്തിച്ചു കൊടുത്തവർ മാസങ്ങളോളം തിന്നത്തക്കവണ്ണം അവർ പെറുക്കിയെടുത്ത് ഉണങ്ങി. ഇങ്ങനെയെല്ലാം സംരക്ഷിച്ച ജനത്തെ കുറിച്ച് പറയാം. ഞാനോ അവരെ ആദരിച്ചില്ല, ദൈവമോ അവരെ കൈവിട്ടു. ദൈവപ്രമാണത്തിൻ്റെ നേരെ ഞെറ്റി ചുളിയല്ലേ, വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കല്ലേ, ഗുണം ചെയ്തില്ലെങ്കിലും ദോഷം ചെയ്യല്ലേ, ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപദ്രവിക്കല്ലേ, അവരോട് ഒന്നും അനുകൂലമായി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അന്യായമായി അവരെ ഉപദ്രവിക്കല്ലേ. ദൈവം കൈവിട്ടാൽ സാത്താൻ്റെ കയ്യിലെ പണിയായുധമാണ്. വാക്കുകളെ നിർത്തുന്നു, അവസാനിപ്പിക്കുന്നു. പറഞ്ഞു വന്ന കാര്യം മനസ്സിലാക്കാൻ കൃപ നൽകട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ നിയമാവലി എന്ന ഈ ശുശ്രൂഷയുടെ, അല്ലെങ്കിൽ ഈ പഠനത്തിൻ്റെ 4ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞു. അടുത്ത ആഴ്ച ദൈവനിയമാനുസരണം ജീവിച്ചതിന് എന്ത് പ്രതിഫലമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കാര്യം തുടങ്ങിയാൽ അതിൻ്റെ ആരംഭത്തിൽ നിന്ന് പിടിക്കണം. അത് ഏതിൽ പോയെന്ന് നോക്കി അതിൽ തന്നെ തുടരണം. എവിടെ അവസാനിപ്പിച്ചു നോക്കി അവിടെ അവസാനിപ്പിക്കണം. ഇത് എൻ്റെ ഒരു ദൈവിക ശീലമാണ്, ദൈവിക പഠനമാണ്. ദൈവം എന്നെ അതിനുവേണ്ടി ഉണർത്തിയതാണ്. സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ ഈ നല്ല പകലിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കേൾപ്പിച്ച വചനത്തിനായ സ്തോത്രം. അടിയങ്ങൾ സ്വന്തത്തിൽ നിന്ന് ഒരു വാക്ക് ഉച്ചരിക്കാതെ തിരുവെഴുത്തിൽ നിന്ന് മാത്രവും, തിരുവെഴുത്തിൽ അരുളി ചെയ്തിരിക്കുന്നതിൻ്റെ കാര്യത്തിൻ്റെ പ്രസക്തമായ പൊരുൾ, മാർമികത മാത്രവും ജനത്തിന് കൊടുക്കാൻ
ജനത്തെ അറിയിക്കാൻ നിയോഗിച്ചതിനായി ഏൽപ്പിച്ചതിനായി സ്തോത്രം സ്തോത്രം. അങ്ങ് നൽകിയ ശുശ്രൂഷ തയ്ക്കണമെന്നേ അടിയനുള്ളൂ. കൊണ്ട് കേട്ട ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവനിയമത്തിലേക്ക് മടങ്ങി വരാനും ദൈവനിയമത്തിൽ നിലനിൽക്കാനും കൃപ പകരണമേ, കൃപ അയക്കണമേ, അവരെ അങ്ങേക്കായി മാനിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.